എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാനായിട്ട് പറ്റില്ല. വീട് മൊത്തം തലകുത്തനെ കിടക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാത്രി കിടന്നപ്പോൾ തന്നെ ഒരു നേരമായി, എങ്ങനെയെങ്കിലും കിടന്നാൽ മതിയെന്നായിട്ടായിരുന്നു കിടന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും നമുക്കിങ്ങനെ തല ചൂട് പിടിച്ചിരിക്കുമല്ലോ. ആഘോഷങ്ങളും ആരവങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ വീണ്ടും റിയാലിറ്റിയോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരാഴ്ച കൊണ്ട് വീട് ക്ലീനിങ്ങും അടുക്കി പറക്കലും ഒക്കെ ആയിരുന്നു. അത് മൊത്തം ഒറ്റ ദിവസം കൊണ്ട് വീണ്ടും കോളമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്ത് വീണ്ടും വീടിനെ ഒന്ന് പഴയ രീതിയിൽ കൊണ്ടുവരാനായിട്ട് 2 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് തോന്നണത്. ഇതിപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം പോലെയാണ് വീട് കണ്ടാൽ തോന്നണത്. അങ്ങനെ ഓരോരുത്തരായിട്ടൊക്കെ ഉണർന്ന് വരണതേ ഉള്ളൂ. എല്ലാവരും നല്ല ടയേർഡാണ്. എല്ലാവർക്കും പിടിപ്പത് പണിയുണ്ടായിരുന്ന ദിവസമായിരുന്നു. അപ്പോൾ കേശുവിന് കിട്ടിയ ഗിഫ്റ്റ് ഐറ്റംസ് മൊത്തം കേശു എല്ലാം തുറന്ന് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് പൊതിഞ്ഞുകൊണ്ട് വന്ന ആ കവറും കാര്യങ്ങളും മൊത്തത്തിൽ ഒന്നും പറയണ്ട. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ആ അടുക്കി പറക്കലാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കൽ അല്ലല്ലോ, നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ ഇന്നലെ 2-3 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല ലേറ്റായാണ് കിടക്കണത്. എല്ലാം കൂടി ആയപ്പോഴേക്കും നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും ദിവസം നമ്മൾ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ അതിൻ്റെ ആ ഒരു ഓളത്തിലായതുകൊണ്ട് നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിച്ചില്ല. നമുക്ക് ക്ഷീണമുണ്ടോ കാര്യങ്ങളുണ്ടോ ഒന്നും ചിന്തിച്ചില്ല. ഇപ്പോൾ റിയാലിറ്റിയോട് അടുത്തപ്പോഴാണ് അതെല്ലാം വീണ്ടും നമ്മൾ പോലും അറിയാണ്ട് അതിങ്ങനെ തലപൊക്കി വരണത്. അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ബർത്ത്ഡേ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നല്ല രീതിയിൽ ചെയ്ത് തീർക്കാനൊക്കെ പറ്റി. എല്ലാം നല്ല കളറായിരുന്നു. ഏറ്റവും കൂടുതൽ കേശു ഭയങ്കര ഹാപ്പി ആയിരുന്നു. മോന് നല്ല സന്തോഷമായി. അവന് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ്റെ കുഞ്ഞു മനസ്സിൽ ഈ ഒരു ആഘോഷങ്ങളൊക്കെ ഇത്രയും കളറാവുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും മോൻ്റെ 4ാമത്തെ ബർത്ത്ഡേയും കളറാക്കാനായിട്ട് നമുക്ക് സാധിച്ച്. ഇനി കെട്ടിയ ഓരോ കാര്യങ്ങളായിട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ കെട്ടുമ്പോൾ ഇതൊക്കെ ഓരോന്ന് കെട്ടുമ്പോഴും ഒക്കെ ഭയങ്കര ഒരു രസമാണ്. തിരിച്ചെല്ലാം അഴിച്ചു പറക്കുമ്പോഴാണല്ലോ വീണ്ടും അയ്യോ വയ്യ എന്നുള്ള രീതിയും ബുദ്ധിമുട്ടും എല്ലാം. അപ്പോൾ ഇനി എല്ലാം ഓരോന്നായിട്ട് ഒതുക്കി പറക്കി കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒരുക്കിയാന്ന് തോന്നിപ്പോവും ഇത് തിരിച്ച് പറക്കുമ്പോഴേക്ക്. അതാണ് അവസ്ഥ. അടുക്കളയിലോട്ട് കയറിയപ്പോഴും പിന്നത്തെ കാര്യം പറയുകയും വേണ്ട. എല്ലായിടത്തേക്കാളും എന്തു പറയാം കുളമായിട്ടാണ് അടുക്കള കിടക്കുന്നത്. ഇന്ന് രാവിലെ കുളിക്കാനൊന്നും ഒന്നും നിന്നില്ല. കാരണം കുളി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ ഒരുപാട് നമുക്ക് സാധാരണ ജോലി പോലെ അല്ല ഇന്നത്തെ ജോലി. കുറച്ച് അധികം പണിയുള്ളത് കൊണ്ട് ഒരുപാട് വിയർത്താലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രം കുളിയും ജപവും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ അതുകൊണ്ട് വിളക്ക് കത്തിക്കാനോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല. നമ്മുടെ ഡെയിലി റൊട്ടീനൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളൊന്ന് മാറ്റി പിടിക്കേണ്ടി വരുമല്ലോ, എല്ലാ കാര്യങ്ങളും വേണ്ടേ. അപ്പോൾ ഇനി എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും ഒരു ഐഡിയ ഇല്ല, അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചതാണ് ഇവിടെ അടുപ്പ് കൂട്ടിയത് അങ്ങ് മാറ്റാമെന്ന്. ഇല്ലെങ്കിൽ കേശു രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ്റെ വിഹാര കേന്ദ്രങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഓടി വന്ന് വേണമെങ്കിൽ ആ അടുപ്പ് പിടിച്ച് തള്ളിയിടെ അല്ലെങ്കിൽ അതിൽ ചെന്ന് കാലിടിക്കുകയൊക്കെ ചെയ്താലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളതെല്ലാം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേശു എടുക്കാൻ സാധ്യതയുള്ളതും വരാൻ സാധ്യതയുള്ളതുമായിട്ടൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാം ആദ്യം അങ്ങ് ഒരുക്കാമെന്ന് വിചാരിച്ച്. മോന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല. ഇവിടെ മൊത്തം അവൻ്റെ സ്ഥലങ്ങൾ തന്നെയാണ്. എന്നാലും ഇവിടെ കൂടുതൽ സമയം വന്ന് കളിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ അടുപ്പൊക്കെ വെച്ചിരിക്കുന്നത് അവൻ്റെ കണ്ണിൽ അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഇതൊക്കെ ഡെയിലി കാണുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ആ അടുപ്പ് അങ്ങ് അടിച്ചു പൊട്ടിക്കും. ഞാനൊരു 6-7 വർഷം കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു രുക്മിണി അടുപ്പാണത്. എനിക്ക് നല്ല എതമുള്ള ഒരു അടുപ്പും കൂടെയാണ്. അപ്പോൾ ആ ഭാഗം ആദ്യം അങ്ങ് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഫുൾ അങ്ങ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ടൊക്കെ ഒരുപാടെന്ന് പറഞ്ഞാൽ കുറേ പാത്രങ്ങളൊക്കെ ഇന്നലെ രാത്രി കഴുകി, എന്നിട്ടും തീർന്നില്ല. അത്രയ്ക്ക് അലങ്കോലമായിട്ട് കിടക്കുകയാണ് വീടും പരിസരവും മൊത്തത്തിൽ. അപ്പോൾ ഇന്നുകൊണ്ട് മാക്സിമം ഒതുക്കണം. അതിനുശേഷം 2 ദിവസങ്ങളിലായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിക്കണത്.
പിന്നെ നമുക്കിവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വെള്ളമാണ്. അപ്പോൾ എഴുന്നേറ്റ് വന്ന ഉടനെ ഇത് ആ 2 കുപ്പിയിലും വെള്ളം അങ്ങ് പിടിച്ചു വയ്ക്കും. എപ്പോഴാണ് വെള്ളം നിൽക്കണതെന്ന് ഒരു അറിവുമില്ല. പിന്നെ ഇപ്പോഴത്തെ ചൂട് അത്ര കൂടുതലാണല്ലോ. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ വാർത്തയിലൊക്കെ കണ്ടപ്പോഴേക്ക് ബാംഗ്ലൂർ സിറ്റിയിലൊന്നും ഒന്നിനും വെള്ളം ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലക്കിയാണ്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ വെള്ളം പിടിച്ച് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഒതുക്കി കൊണ്ടുവരണം. പാത്രങ്ങളൊക്കെ എല്ലാം കഴുകിയെടുക്കണം. അമ്മ എഴുന്നേറ്റിട്ടില്ല, അമ്മയ്ക്കും നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ജോലികൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ഇപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഒതുക്കലും പറക്കലും ഒന്നും അമ്മയെ കൊണ്ട് പറ്റില്ല. അയ്യോ, അത് കഴിഞ്ഞ് മേളിൽ മുറിയിൽ കയറിയപ്പോഴേക്ക് കയറിയേണ്ട കാര്യമില്ല, ഞാൻ അവിടെ നിന്ന് തന്നെയാണ് എഴുന്നേറ്റ് താഴെ വന്നത്. പക്ഷേ ഇതൊക്കെ എന്തോന്നാണ്, ഇത് വീടാണോ തൊഴുത്താണോ എന്നുള്ള സംശയമാണ് ഇതൊക്കെ കാണുമ്പോഴേക്കും. അപ്പോൾ ഗിഫ്റ്റൊക്കെ അത്രയും ഇവിടെ വെച്ചാണ് പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് പൊട്ടിച്ചത്. അത് മൊത്തം അതിൻ്റെ ആ പാർട്സുകൾ ഫുള്ള് ആ റൂമിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഫാൻ ഓഫ് ചെയ്തപ്പോഴാണ് കേശു ചാടി എഴുന്നേറ്റത്. കേശുവിനെ ഉണർത്താനായിട്ട് ഒരു പാടുമില്ല, ഫാൻ അങ്ങ് ഓഫ് ചെയ്താൽ മതി, അപ്പോൾ കേശു എഴുന്നേറ്റോളും. ഒരു ശകലം പോലും അവൻ വിയർപ്പ് സഹിക്കൂല. അപ്പോൾ ഫാൻ ഓഫ് ചെയ്താൽ മാത്രമല്ല എനിക്ക് അവിടേക്ക് ഒന്ന് തൂത്തുവാരിയൊക്കെ ഇറക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു രക്ഷയില്ല, ആൾ ഫാൻ ഇടയുള്ളൂ. പിന്നെ ഞാനും വിചാരിച്ചു മോനും ഉറങ്ങിയപ്പോൾ ഏകദേശം 1:30 മണിയൊക്കെ ആയി. അപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ, അവൻ കുഞ്ഞല്ലേ, അപ്പോൾ അവന് ക്ഷീണം കാരണം വല്ല പനിയും കാണാൻ വന്നാലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലൊരു സംസാരമില്ലേ, ബർത്ത്ഡേ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ കഴിയുമ്പോഴേക്കും പിള്ളേർക്ക് പെട്ടെന്ന് അസുഖം വരുമെന്ന്. അത് എനിക്ക് തോന്നുന്നു അവർ ഇത്രയും ക്ഷീണിച്ച് ടയേർഡാവണതുകൊണ്ടായിരിക്കുമെന്ന്. പിന്നെ അമ്മമാരുടെ കാര്യമൊക്കെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അവർ പറയും അയ്യോ ഇതൊക്കെ നടത്തിയിട്ടാണ് മോൻ അസുഖം വന്നത്, അല്ലെങ്കിൽ കണ്ണീറാണ്, അങ്ങനെയൊക്കെ ഒരു രീതികളില്ലേ. അപ്പോൾ അതുകൊണ്ട് കേശുവിനെ മാക്സിമം ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ ബർത്ത്ഡേക്ക് മുന്നേയും ബർത്ത്ഡേ കഴിഞ്ഞും ഒരു പനി വരുമെന്ന് പറയും. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ അച്ചട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ചും പോകും, അയ്യോ ഇതൊക്കെ ശരിയാണല്ലോ എന്ന്. അങ്ങനെ എല്ലാം ഇനി ഒതുക്കി പറക്കി ഇതിന് മൊത്തം കത്തിക്കണം. അത് മൊത്തം പേപ്പറാണല്ലോ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഉണർന്നൊക്കെ കിടക്കുകയാണ്. എഴുന്നേക്കാനായിട്ട് ചെറിയൊരു മടി കാരണം, നല്ല ക്ഷീണമുണ്ടല്ലോ. അങ്ങനെ ആ റൂമും ഞാൻ ഏകദേശമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടെറസിലോട്ട് ഇറങ്ങുമ്പോഴാണ് വീണ്ടും അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് തോന്നണത്. എല്ലാം ഒരു മേളമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ചേട്ടനും കൂടെ വന്നിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങൾ പോലും നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല, അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. എങ്ങനെയെങ്കിലും പോയി അങ്ങ് കിടന്നാൽ മതിയെന്നായിരുന്നു. പിന്നെ ചേട്ടൻ്റെ കാര്യമൊന്നും പറയണ്ട, അതിൻ്റെ തലേദിവസവും ഒട്ടും ഉറങ്ങിയില്ല. എല്ലാം കൂടെ ആയപ്പോഴേക്കും ആർക്കും വയ്യാണ്ടായി. അങ്ങനെ താഴെയുള്ളതെല്ലാം തൂത്തൊക്കെ വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി തുടക്കുകയൊക്കെ വേണം, അത് കുറച്ച് കഴിഞ്ഞിട്ടായാലും മതിയല്ലോ. വീടൊന്ന് ഒതുക്കിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഈ പ്ലേറ്റുകൾ അത്രയും കഴുകാനുണ്ട്. 10-45 പ്ലേറ്റുണ്ട്. ഈ ഫുൾ പ്ലേറ്റും കഴുകി, അതിൽ 45-ൽ ഫുള്ളും കഴുകേണ്ട എന്തോന്ന്, കുറേയൊക്കെ നമ്മൾ രാത്രി കഴുകിയായിരുന്നു. ബാക്കി പ്ലേറ്റുകളെല്ലാം കഴുകിയെടുക്കണം. പിന്നെ ഇത് ഇന്നലെ തൽക്കാലത്തേക്ക് വെച്ച ഒരു വാഷ് ബേസിനായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ പറക്കി താഴെ കൊണ്ടിട്ടിട്ട് കഴുകണ്ട, ഇവിടെ വെച്ച് തന്നെ കഴുകി മാറ്റിയാലോ. അത് തന്നെ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴുകി കൊടുക്കുമ്പോഴേക്ക് ചേട്ടൻ അതെല്ലാം തുടച്ച് കവറിലാക്കണുണ്ട്. ഇതെല്ലാം നമ്മൾ വാടകയ്ക്ക് എടുത്തതല്ലേ, അപ്പോൾ ഇതെല്ലാം തിരിച്ച് അതേപോലെ അവരെ ഏൽപ്പിക്കണം. അപ്പോഴേക്കും നാത്തൂനും അമ്മയും ഒക്കെ എഴുന്നേറ്റ് വന്ന്, അപ്പോൾ ചേച്ചിയും അമ്മയും കൂടെ ബാക്കി പാത്രങ്ങൾ കഴുകാനായിട്ടൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ബാക്കി ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. പിന്നെ ഇതുപോലുള്ള വലിയ പാത്രങ്ങളുണ്ട്, നമ്മൾ ബൊഫേ വിളമ്പിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാം കഴുകണം. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കുറച്ച് സഹായിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി ജോലികൾ മൊത്തം തീർക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ എഴുന്നേറ്റ് വരണവർ സഹായിക്കാനായിട്ട് വന്നു തുടങ്ങി. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ ശ്രമത്തിന് ശേഷം ഏകദേശം പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് തൂത്തൊക്കെ ഇടണം. ഇനി ഈ വിരിച്ചിരിക്കുന്ന വിരിപ്പ് എടുക്കുമ്പോഴേക്കും അടിയിൽ നല്ല ചവറ് കാണും. എന്നാലും ഇതിൻ്റെ മുകളിലുള്ളതെല്ലാം നമ്മളൊന്ന് തൂത്ത് കളയണമല്ലോ. അത് കഴിയുമ്പോഴേക്ക് പിന്നെ ഇനി ഇതൊക്കെ ഒതുക്കാനായിട്ട് ചേട്ടന്മാരെല്ലാം വരും. പക്ഷേ 2 ദിവസം കൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ ജോലി ചെയ്തത് അവരാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് വന്നതാണെന്ന്, ഞങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടും നമുക്ക് എല്ലാ ജോലികളും ചെയ്തു തരാനായിട്ടാണ് അവർ വന്നത്. ഇന്ന്
ഇന്നത്തെ ഈ ഒതുക്കലും പറക്കലും കൂടെ ഉണ്ട്, അതിനും കൂടെ അവരുണ്ട്. അപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണോ മുകളിലേക്ക് പകുതി പകുതി ആൾക്കാരിൽ നിന്ന് കയറ്റിയത് അതേപോലെ തന്നെ തിരിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കേശു സഹിതം കൂടും. കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ എപ്പോഴും പറയും പോലെ പിന്നെ മോനെ അതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തണില്ല. അമ്മയെ സഹായിച്ചാൽ മാത്രമേ നാളെ അവൻ്റെ ഭാര്യേനെ സഹായിക്കാനായിട്ട് ഒരു മനസ്സ് വരുള്ളൂ. ഇപ്പോൾ അമ്മയായ ഞാനിപ്പോൾ മോനെ അതൊന്നും ചെയ്യേണ്ട, ആണുങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇതൊക്കെ ഒന്ന് വിലക്കിയാലും അവൻ്റെ കുഞ്ഞു മനസ്സിൽ അതങ്ങ് ഉറപ്പിക്കും. പിന്നെ വലുതായാലും അവനൊരു കല്യാണം കഴിച്ചാലും അവൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ അതൊന്നും വേണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ പറയണത്. അപ്പോൾ അതാ കേശുവിന് കിട്ടിയ ഒരു മാജിക് സ്ലേറ്റായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ അതെല്ലാം ഇനി അഴിച്ചു പറക്കണം. അതൊക്കെ ഇനി അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അനന്ത് നല്ല ഒരു കലാകാരനാണ്. പക്ഷേ അതാരും പറയണതും അവന് ഇഷ്ടമില്ല, ആരും അംഗീകരിക്കണതും അവന് ഇഷ്ടമില്ല. നന്നായിട്ട് പടം വരയ്ക്കുമെന്ന് പറഞ്ഞാൽ ഒറ്റ വരയാണ്, നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. എല്ലാം അവൻ വരയ്ക്കും. പിന്നെ എന്ത് പറയാനായിട്ട്, ഇല്ലാത്ത കഴിവുകളൊന്നുമില്ല. നന്നായിട്ട് പടം വരയ്ക്കും, നല്ലതുപോലെ പാടും, നല്ലതുപോലെ ഡാൻസ് ചെയ്യും, നല്ലതുപോലെ ഇങ്ങനെ കൊട്ടുമെന്ന് പറഞ്ഞാൽ അവൻ എന്തിലും കൊട്ടണത് നല്ല താളത്തിലാണ്. അങ്ങനെ അവനില്ലാത്ത കഴിവുകളില്ല. എന്ത് സാധനങ്ങളും പിന്നെ മോട്ടറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കണത് കണ്ടാലോ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷെ എന്ത് പറയാം, എന്തെങ്കിലും കാര്യങ്ങൾ അവൻ ചെയ്യണത് ഒന്ന് വീഡിയോ എടുത്തോട്ടാന്ന് അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചാലോ ഒന്നും അവന് ഇഷ്ടമില്ല. ചിലപ്പോൾ പറയാറില്ലേ നിറകുടം തുളുമ്പില്ലെന്ന്, അതുപോലെ ഒരാളാണെന്ന് തോന്നുന്നു അനന്ത്. ഒരുപാട് കഴിവുണ്ട്. പക്ഷേ ആ കഴിവുകൾ പ്രകടിപ്പിക്കണതും ആരെങ്കിലും കണ്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യണതൊന്നും അവന് താല്പര്യമില്ല. അതാണ് അവൻ്റെ സ്വഭാവം. അങ്ങനെ ഒരുവിധം ഒതുക്കലും പറക്കലും ഒക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു കുളിയൊക്കെ പാസ്സാക്കിയപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി കുറച്ച് ദിവസം കൊണ്ട് പുളിഞ്ചിക്ക ഉണക്കി വെച്ചിരിക്കുകയായിരുന്നു, ഇതുവരെ അച്ചാറിട്ടില്ല. അപ്പോൾ ഇനി വേവിക്കലും കാര്യങ്ങളൊന്നും അധികമില്ല. ഇന്നലത്തതിൽ ബാലൻസൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ ഇനി കുറച്ച് ഫ്രൈഡ് റൈസൊക്കെ ബാലൻസ് വന്നിട്ടുണ്ട്, അതിന് അയൽപക്കത്തൊക്കെ കൊടുക്കണം. ഇന്നലെ ഇനി ലേറ്റായി കിടന്നതുകൊണ്ട് ഒന്നും ആർക്കും കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മളങ്ങനെയല്ലേ, നമ്മളൊരു അത്രയും സഹകരണമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാകുമ്പോഴേക്ക് ഒരു വീട്ടിൽ എന്ത് വിശേഷം വന്നാലും എന്ത് ബാലൻസ് വന്നാലും നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ നമുക്കങ്ങ് കൊടുക്കാമല്ലോ. ആൾക്കാരുണ്ടല്ലോ കൊടുക്കാനും അത് സന്തോഷത്തോടെ വാങ്ങാനായിട്ടും എല്ലാത്തിനും. എനിക്കാണെങ്കിൽ ഇന്നലത്തെ ഫ്രൈഡ് റൈസിന് ബാലൻസ് ഇരിക്കണം, തിന്നണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേണ്ട. അങ്ങനെ കുറച്ച് ചോറും ഉണ്ട്. അപ്പോൾ വിചാരിച്ച അച്ചാറിട്ടാൽ പഴിഞ്ഞു കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ചാറിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉച്ചയായപ്പോഴേക്ക് വിരുന്നുകാരെല്ലാവരും പോയി. മൂത്ത നാത്തൂന് ഇന്നലെ തന്നെ പോയായിരുന്നു. പിന്നെ ഇളയ നാത്തൂനും മോനും പോയി, അവർക്കും കൊല്ലത്ത് പോകാനുള്ളതാണ്. അനന്ത് പോയി. ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും അമ്മയും. കേശുവിനെ അംഗൻവാടിയിലാക്കി. ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് അവൻ്റെ അച്ഛന് ഒരു ജോലി ചെയ്യാനായിട്ട് അവൻ സമ്മതിക്കില്ല. പിന്നെ ഞാനും അമ്മയും മാത്രം ഉള്ളൂ. അപ്പോൾ മുകളിൽ സന്തോഷണ്ണനും രഞ്ജിത്തണ്ണനൊക്കെ നിൽപ്പുണ്ട്. അവരവിടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ രണ്ടുപേരെയും സമ്മതിക്കണം. 2-3 ദിവസം കൊണ്ട് എല്ലാ കാര്യത്തിലും മോളായിട്ടുണ്ടായിരുന്നത് അവർ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഉച്ചവരെയും അവരിതാ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഉച്ചവരെയെന്ന് പറഞ്ഞാൽ ഏകദേശം 3 മണി വരെയെങ്കിലും ആവും എല്ലാം അഴിച്ചു പറക്കി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നല്ല ചൂടും ഇതൊക്കെയല്ലേ. അങ്ങനെ ഒരു തണ്ണിമത്തൻ അങ്ങ് ജ്യൂസാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ നമ്മൾ വാങ്ങിയതിൽ ബാലൻസ് വന്ന തണ്ണിമത്തൻ എടുത്ത് വെച്ചിരുന്നതാണ്. പിന്നെ ഈ നല്ല ചൂടത്ത് ഈ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. പിന്നെ തണ്ണിമത്തനിൽ തന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റികളുണ്ട്. എന്തൊക്കെ ടൈപ്പ് തണ്ണിമത്തനാണ്. ആദ്യം ഞങ്ങളുടെയൊക്കെ കുഞ്ഞിരുന്ന് എനിക്കറിയാമെന്നുള്ളത് അത് ഈ ടൈപ്പും അല്ല, നമ്മുടെ സാധാരണ തണ്ണിമത്തനില്ലേ, ഒരു ലൈറ്റ് പച്ച കളറിലുള്ളത്. ഇപ്പോഴാണ് ഇത്രയും ഡാർക്ക് കളറിലുള്ളത് ഈ ഒരു തണ്ണിമത്തൻ. ഇപ്പോൾ മഞ്ഞ കളർ തണ്ണിമത്തനുണ്ട്. അങ്ങനെ പല വെറൈറ്റിയിൽ തണ്ണിമത്തൻ ഇപ്പോൾ കിട്ടണുണ്ട്. അങ്ങനെ എന്തായാലും തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാനായിട്ട് നമ്മൾ പിന്നെ മിക്സിയിൽ അടിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം കുരു എടുത്ത് കളയാനായിട്ട് നോക്കും, ബാക്കി മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ അവിടെ അച്ചാറിട്ടതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചെറുതീയിൽ അങ്ങ് കുറച്ചധികം സമയം അങ്ങ് ഇട്ടിരുന്നാൽ മതി, അത് നല്ലതുപോലെ ആയി വന്നോളും. പിന്നെ ഈ അടമാങ്ങ പോലെ ഇതിന് എന്തെന്ന് പറയാം, അടപ്പുളിഞ്ചിക്ക എന്ന് പറയാം. നല്ല ഉണക്കി എടുത്തതാണല്ലോ.
അപ്പോൾ ഇത് അച്ചാറിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഏകദേശം അച്ചാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് നെയ്യ് തെളിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഞങ്ങളുടെ തണ്ണിമത്തൻ ജ്യൂസും ഇവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അമ്മ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. തണ്ണിമത്തൻ ഇങ്ങനെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് കഴിക്കാനായിട്ട് തോന്നും. പിന്നെ ഇതിൽ പഞ്ചസാര ഇടേണ്ട കാര്യമൊന്നുമില്ല, നല്ല മധുരമാണല്ലോ. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് പഞ്ചസാരയും കൂടിയൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ ഇടേയില്ല, പഞ്ചസാര ഇടേന്ന് ഒട്ടും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നോക്കി എടുക്കാനായിട്ട് ഉള്ള കുറച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നല്ല പച്ചയായിരിക്കും നമ്മൾ എടുക്കുമ്പോഴേക്ക് അതിനൊരു കറച്ചവ കാണും. അപ്പോൾ ഇതിപ്പോൾ ആ പയ്യൻ നല്ലതുപോലെ നോക്കി നമുക്ക് എടുത്തു തന്ന തണ്ണിമത്തനായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. രണ്ട് തണ്ണിമത്തൻ എന്തോ നമ്മൾ വാങ്ങി, അതിൽ ഒരു തണ്ണിമത്തൻ മാത്രമേ ഇന്നലെ നമ്മൾ ഫങ്ഷനായിട്ട് എടുത്തോളൂ. നല്ല വലുതായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഗ്ലാസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു 2-3 ഐസ് കട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തില്ല, ഓൾറെഡി നല്ല തണുത്തിരിക്കുകയാണ്. നമ്മൾ തണ്ണിമത്തൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നന്നായിട്ട് തണുത്തിരിക്കുമല്ലോ, അങ്ങനെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അല്ലാണ്ട് കഴിക്കണേക്കാളും കുറച്ച് തണുപ്പിച്ച് കഴിച്ചാലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തണ്ണിമത്തൻ്റെ കാര്യത്തിൽ. ചേട്ടനാണെങ്കിൽ ഇവിടെ തണുപ്പ് ഒട്ടും ഇഷ്ടമില്ല. ഒരു സാധനവും തണുപ്പിച്ച് കഴിക്കുന്നത് ആൾക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാനും അമ്മയാണ് മെനക്കെട്ട് തണുത്ത വെള്ളവും ഇതൊക്കെ കുടിക്കണത്. പക്ഷേ ഈ ചൂടത്ത് നമ്മളങ്ങനെ തണുപ്പ് അധികം ഉപയോഗിക്കരുതെന്നാണ് പറയാറ്. എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ നല്ല ചൂടായിട്ട് നല്ല ദാഹിച്ച് വരുമ്പോഴേക്ക് ഫ്രിഡ്ജ് തുറക്കും, തണുത്ത വെള്ളം എടുത്തങ്ങ് കുടിക്കും. നല്ല ചൂടത്ത് നല്ല ചെറിയ ചൂട് വെള്ളം കുടിക്കുമ്പോഴേ ആശ്വാസം കിട്ടുള്ളൂ. അതൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചും കൊണ്ട് തലതിരിവ് മാത്രമേ ഞങ്ങൾ കാണിക്കുകയുള്ളൂ. അതാണല്ലോ നമ്മുടെ ശീലം. അപ്പോൾ പിന്നെ കേശുവിൻ്റെ ടീച്ചർ അവന് രാവിലെ വന്നപ്പോഴേക്കും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നതായിരുന്നു. ഇത് രാവിലെ നടന്ന കാര്യമാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴേക്കും അത് ഈ ഭാഗത്താണ് കയറി വന്നത്. അതുകൊണ്ട് പിന്നെ അപ്പോഴും ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ കേശുവിന് കിട്ടിയ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. മോൻ എന്തൊക്കെ ഇതെന്ന് പറയാനായിട്ട് സമ്മാനങ്ങളാണ് കിട്ടിയതെന്ന്. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ ഒരുപാട് ആഗ്രഹിച്ച കുറച്ച് സാധനങ്ങൾ അവന് കിട്ടി. അതിലാണ് അവൻ ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പി ആയത്. അപ്പോൾ ഇതെല്ലാം കേശുവിന് കിട്ടിയ ഗിഫ്റ്റുകളാണ്. കേശു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. മോന് പ്രതീക്ഷയില്ല, ഇത്രയും സാധനങ്ങളൊക്കെ ഇങ്ങനെ ബർത്ത്ഡേക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ ഒരു എന്ത് പറയാനായിട്ട് ഞങ്ങൾ കുറച്ച് അമ്മമാരുടെ കൂടെയൊക്കെയാണ് ആഘോഷിച്ചത്. അപ്പോൾ വൈകുന്നേരം ചെറിയൊരു പാർട്ടി അങ്ങനെ മാത്രമേ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ ഉള്ള ബർത്ത്ഡേ മോൻ അത്ര ഓർമ്മയില്ല, 2 വയസ്സല്ലേ. അപ്പോൾ അത് നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ച്. പക്ഷെ അത് ആളുടെ മനസ്സിൽ അത്രയ്ക്കില്ല. അതിന് മുന്നത്തെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇത് കേശുവായിട്ട് പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ആഘോഷിച്ച ബർത്ത്ഡേ ആണ്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറച്ച് ഗിഫ്റ്റുകളൊക്കെ അവന് കിട്ടി. അതൊക്കെ കിട്ടിയപ്പോൾ ആളിങ്ങനെ നിലത്തൊന്നും അല്ലാണ്ടാണ് നിൽക്കുന്നത്. ഇപ്പം അംഗൻവാടിയിൽ പോയിരിക്കുകയാണ്. അപ്പം മാത്രമേ എനിക്കിങ്ങനെ നിരത്തി വെച്ചിട്ട് നിങ്ങളെ കൂടെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കിടന്നിപ്പം ബഹളമായിരിക്കും. ഇനിയും 1-2 ഐറ്റംസൊക്കെ മിസ്സിങ് ആണെന്ന് തോന്നണം. അപ്പോൾ ഞാനിങ്ങനെ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ഓരോന്ന് കിട്ടുമ്പോഴേക്കും ആൾ ഓടിക്കൊണ്ടേലും ചേട്ടന്മാരെടുത്ത് കൊണ്ടുപോയാലും അത് അവർക്കും അത് എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആണ്, എന്താണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഫുൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഏതൊക്കെയോ ഒക്കെ മിസ്സിങ് ആണ്, എവിടെയൊക്കെയോ ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കളിപ്പാട്ടങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. കേശു പ്രതീക്ഷിച്ചിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം ആദ്യം കാണിച്ചു തരാം. അതിലൊന്നായിരുന്നു ഈ ഒരു ഡ്രം സെറ്റ്. ഇത് കണ്ടില്ലേ, ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഇത്. ഇതിലൊന്നും കൂടെ ഇതായിരുന്നു അത്. ആ ഒരു സംഭവം ഞാൻ എപ്പോഴും പറയില്ലേ, മോന് ചെണ്ടയും മേളവും അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് അമ്മ വാങ്ങിക്കൊണ്ട്, അച്ഛനും അമ്മയുടെയും ഗിഫ്റ്റായിരുന്നു. അപ്പോൾ കേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനത്തിന് വാങ്ങണമെന്ന് വെച്ചിട്ട് അവർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്.
അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കമ്പൊന്നും കാണാനില്ല ഏട്ടാ. ഇതിൻ്റെ റേറ്റ് എനിക്ക് അറിയാമെന്നുള്ളതിൻ്റെ റേറ്റുകൾ പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് 1099 രൂപയായിരുന്നു. അപ്പോൾ ഇരിക്കാനുള്ള ഇങ്ങനെ ഒരു സ്റ്റാൻഡുണ്ട്. പിന്നെ ഇതാ ഈ 3 സംഭവങ്ങൾ നമുക്ക് DJ ഒക്കെ പോലെ ചെയ്യാം. പിന്നെ ഇതിൽ 2 ഇങ്ങനെ അടിക്കാനുള്ള 2 കോലും ഉണ്ട്. അതൊക്കെ ഞാൻ എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് ഇത് കണ്ടപ്പോഴായിരുന്നു. അത്രയ്ക്ക് കേശു ആഗ്രഹിച്ചിരുന്ന ഒരു ഗിഫ്റ്റായിരുന്നു ഇത്. അപ്പോൾ ഇതിലിങ്ങനെ 3 എണ്ണം വരും. ഇതേപോലെ 3 സംഭവങ്ങൾ വരും. പിന്നെ കേശു ഇതിനെ പറയുന്നത് ചിങ്കി എന്നാണ്. ഇങ്ങനെ ചിങ്കി അടിക്കാം. പിന്നെ ഇതിൽ ഓരോന്നിലും കൊട്ടാം. പിന്നെ ഇരിക്കാനായിട്ടൊരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡൊക്കെ അവൻ കുത്തി പൊട്ടിച്ച്. പിന്നെ 2 കോലുണ്ട് അത് അടിക്കാനായിട്ട്. ഇതായിരുന്നു അതിലൊന്ന്. ഇത് കിട്ടിയ പാടെ ആൾ അതും കൊണ്ടങ്ങ് ഓടി. അതിൽ ആ പാക്കറ്റിലുണ്ടായിരുന്നല്ലോ അതിൻ്റെ പടമൊക്കെ. അപ്പോൾ ഇത് കേശുവിൻ്റെ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും ഗിഫ്റ്റ്. പിന്നെ അതുപോലെ ഈ ഒരു കാക്ടസ് ഉണ്ടല്ലോ, ഇത് കുറേ ദിവസം കൊണ്ട് ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാക്ടസ് വേണമെന്ന്. അപ്പോൾ നമ്മൾ മുന്നേ ഒരെണ്ണം വാങ്ങിക്കൊടുത്തത് അവനിങ്ങനെ അടിച്ച് പൊട്ടിച്ചങ്ങ് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നിർബന്ധം പിടിക്കുമ്പോൾ ഒരുപാട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കണമെന്ന് വാങ്ങിക്കൊടുക്കേണ്ട എന്നാണ് ഇപ്പോഴത്തെ നമ്മളുടെ തീരുമാനം. അപ്പോൾ കേശു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന് കിട്ടിയതായിരുന്നു ഈ ഒരു കാക്ടസും. പിന്നെ അവന് ഇതേപോലെ ഒരുപാട് വേണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു പിയാനോ ഉണ്ടല്ലോ, ഇതും വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിലൊരു മൈക്കും ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു മൈക്കും ഈ ഒരു പിയാനോയും കേശുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്ത ആൾ തന്നെയാണ് ഈ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. ബാക്കിയൊന്നും ഇഷ്ടമല്ലെന്നല്ല, അവൻ്റെ ആ ഒരു ടേസ്റ്റിന് ഇതൊക്കെയായിരുന്നു അവന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ മൈക്ക് വർക്ക് ചെയ്യണതാണ്. ഈ പിയാനോയും വർക്ക് ചെയ്യും, ഈ മൈക്കും എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ ഇതായിരുന്നു കേശുവിൻ്റെ അടുത്ത പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം. പിന്നെ കുറച്ച് കാറുകൾ കിട്ടി. ഈ ഒരു കാറ്, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കാറുണ്ട്. അതിപ്പോൾ എവിടെയാണോ എന്തോ ഇതിൻ്റെ ഇടയിലൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഈ ഒരു കാറ് കിട്ടി. പിന്നെ ഈ ഒരു ജീപ്പ് കിട്ടി. ഇതിൻ്റെ കൂടെയുള്ള റിമോട്ട് കാറായിരുന്നു. അത് എവിടെയൊക്കെയോ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കാർ ഐറ്റംസ് ഇങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെയാണ് കിട്ടിയത്. പിന്നെ അടുത്തത് ഈ ഒരു സംഭവം, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ടിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വല്ല ഇട്ട് വയ്ക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ ഒരു ടിന്നാണ്. അപ്പോൾ ഇതിനകത്താണ് ഈ ഒരു ബ്രിക്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഓരോ ഷേപ്പ് ഉണ്ടാക്കാം, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം. കുറച്ച് കഴിവും കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാം. അനന്തുവാണെങ്കിൽ ഇത് കൊട്ടാരമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് അവന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഭയങ്കര ഐഡിയ ആണ്. ഇത് കണ്ടില്ലേ, അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇത്. അടുത്ത് കേശുവിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഈ ഒരു മാജിക് സ്ലൈറ്റ്. കണ്ടില്ലേ, പക്ഷെ കിടില സംഭവമാണ് കേട്ടത്. ഈ സ്ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്തിട്ട് നമുക്കിതിൽ എന്തും എഴുതാം, വരയ്ക്കാം. അപ്പോൾ എഴുതിയിട്ട് മായ്ക്കാനൊക്കെ പറ്റും. കണ്ടില്ലേ, നല്ല ഈസിയാണ് വരയ്ക്കാനായിട്ടൊക്കെ ആയിട്ടത്. ഇങ്ങനെ പെട്ടെന്നൊക്കെ വരയ്ക്കാം. അപ്പോൾ ഇന്ന് അനന്ത് വരച്ചത് കണ്ടപ്പോഴേക്ക് ആനയെ വരയ്ക്കാനായിട്ട് ഒരു ശ്രമം, അത്രയേ ഉള്ളൂ. ആനയ്ക്ക് കാല് വരയ്ക്കാം. ഇങ്ങനെ ഒരു കാല്, പിന്നെ ഒരു വാല്, നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ ഇത്ര ഭാഗം മാത്രം, എനിക്കിപ്പോൾ ആ തലഭാഗം അത്ര ശരിയായില്ല എന്ന് തോന്നി. അപ്പോൾ ഇത്രയും മായ്ക്കാം. ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് മാറ്റി. ഇപ്പം ഞാൻ തല ഒന്നും കൂടെ വരച്ചു നോക്കാം. ഒരു ചെവി വരയ്ക്കാം, ഒരു കണ്ണ് വരയ്ക്കാം, ഏകദേശം ഒരാന. അത് കണ്ടില്ല, നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനും പറ്റും, അതുപോലെ തന്നെ ഈസി ആയിട്ട് മായ്ക്കാനും പറ്റും. ഇപ്പം കേശു, പക്ഷെ കേശുവിന് ഇതധികം ഇഷ്ടപ്പെട്ടില്ല. പഠിക്കാനുള്ള സാധനമല്ല, അവന് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ മതി. അപ്പോൾ ഒരെണ്ണം ഇതേപോലെ മാജിക് സ്ലേറ്റ് ആയിരുന്നു. പിന്നെ നമുക്കിത് ആ പെൻസിൽ ഇവിടെ തന്നെ ഇങ്ങനെ സെക്യൂറായിട്ട് വെക്കാനും പറ്റും. കിടില സംഭവമായിരുന്നു ഈ ഒരു ഗിഫ്റ്റ്. പിന്നെ കേശുവിന് കിട്ടിയത് ഇതേപോലെയുള്ള കുഞ്ഞ് ആനിമൽസ് ആയിരുന്നു. ഇനിയും ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെയാണെന്ന് അറിഞ്ഞൂടെ, അതിൻ്റെയൊക്കെ ഇടയിലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കേശുവിന് കിട്ടി. ഒരു സിംഹം, വരയൻകുതിര,
ആട് ഇനിയും ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെയാണെന്ന് തോന്നും. ടിപ്പർ കിട്ടി, ഉണ്ടല്ലേ, ഇതുപോലെ ഒരു ടിപ്പർ കിട്ടി. പിന്നെ കിട്ടിയത് ഇതാ ഈ ഒരു ജീപ്പായിരുന്നു, ഈ ഒരു ജീപ്പ് കിട്ടി. പിന്നെ ഇതാ ഒരു പട്ടിക്കുട്ടിയെ കിട്ടി. ഇത് കുഞ്ഞമ്മ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. പക്ഷേ ഇതിൽ ഈ വായ്ക്കകത്തായിട്ട് ഒരു നൂലിങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ത്രെഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോഴേക്ക് ഇതിങ്ങനെ കുറച്ച് കൂടെ വരണതായിരുന്നു. ആ ത്രെഡൊക്കെ അവൻ ആദ്യമേ എടുത്തങ്ങ് കളഞ്ഞു. ഇപ്പം ഇത് ഈ സംഭവം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് ലേസി ഡോഗ് എന്ന് അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്ററായിരുന്നു, ഇതിങ്ങനെ നന്നായിട്ട് കറങ്ങും, കണ്ടില്ലേ. അങ്ങനെ ഈ ഒരു ഹെലികോപ്റ്റർ കിട്ടി. പിന്നെ കിട്ടിയത് ഇതാ ഈ ഒരു പിയാനോ ആയിരുന്നു. പിയാനോയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ബാക്കൊക്കെ പൊട്ടി. അപ്പം നല്ലൊരു പിയാനോ ആയിരുന്നു കിട്ടിയത്. പിയാനോ അല്ലല്ലോ ഇതിനെ പറയണത്, അതല്ലേ പിയാനോ, ഇത് ഗിത്താർ. ഈ ഒരു ഗിത്താർ കിട്ടി. ഈ ഒരു നല്ല കിടിലൻ ഒരു എയ്റോപ്ലെയിൻ കിട്ടി. പിന്നെ ഇതാ ഈ ഒരു ബൊമ്മയെ കിട്ടി. അത് 2 എണ്ണം ഉണ്ട്, അതുപോലത്തെ 2 എണ്ണം, ഇതൊന്ന് അതൊന്ന്, അങ്ങനത്തെ 2 സംഭവങ്ങൾ കിട്ടി. പിന്നെ ഇതാ ഒരു സൂപ്പർ കാറായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു നല്ല കിടിലൻ കാണാനായിട്ട് നല്ല റോയൽ ലുക്ക് അങ്ങനെയുള്ള ഒരു കാറ് കിട്ടി. പിന്നെ കിട്ടിയതായിരുന്നു ഇതാ നല്ല തോക്ക്. ഈ 2 തോക്കും സൂപ്പർ തോക്കാണ്. അപ്പോൾ ഇതാണ് ഒരു തോക്ക്. ഇതിങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതായിരുന്നു ഒരു തോക്ക് യേശുവിന് കിട്ടിയത്. പിന്നെ അടുത്തതാ ഈ ഒരു തോക്ക് കിട്ടി. ഇതും നല്ല സൂപ്പർ തോക്ക്. ഇതിങ്ങനെയാണ്, ഇതുപോലത്തെ ഒരു കിടിലൻ തോക്കാണ്. ഈ ഒരു കിടിലൻ തോക്കാണ് അടുത്ത് കിട്ടിയത്. പിന്നെ കിട്ടിയത് ഇതുപോലൊരു ഗിത്താർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അടുത്ത അതായിരുന്നു കിട്ടിയത്. പിന്നെ ഇതാ ഈ ഒരു വലിയൊരു ജീപ്പ് കിട്ടി. ഈ ഒരു ജീപ്പ് അതും സൂപ്പർ സംഭവമായിരുന്നു. പിന്നെ കേശുവിന് കിട്ടിയത് ഇതാ കണ്ടില്ലേ, ഇത് നല്ല രസമുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇതുണ്ട്. ഇതുവരെ കേശുവിന് കൊടുത്തില്ല, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ ഒരു സ്കൂൾ ബാഗിൻ്റെ മോഡലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുറക്കുമ്പോഴേക്ക് ഇതിങ്ങനെ തുറക്കുമ്പോഴാണ് ഇതിനകത്ത് നിന്ന് ഓരോ സംഭവങ്ങൾ. ഇത് ഓയിൽ പേസ്റ്റാണ്. ഇതൊക്കെ കേശുവിന് കൊടുത്താലുള്ള അവസ്ഥ അറിയാമല്ലോ ഇപ്പോഴത്തെ, അതുകൊണ്ട് മാത്രം ഇതൊന്നും കൊടുത്തില്ല ഇതുവരെ. ഇതൊക്കെ എപ്പോഴായാലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതങ്ങനെ അങ്ങ് എടുത്ത് വെച്ചിരിക്കുകയാണ്. മോൻ കണ്ട് ചോദിച്ചിട്ട് വലിയ കുഴപ്പമില്ല, നമ്മൾ പിന്നെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആളങ്ങ് സമ്മതിച്ച്. അപ്പോൾ ഒരെണ്ണം ഇതാ ഈ ഓയിൽ പേസ്റ്റായിരുന്നു അതിലുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഇത് നേരെ കണ്ടില്ല എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഇതെന്താണ്? 3 കാർബൺ പെൻസിലാണ്. ഇതൊക്കെ കളറിങ്ങിൻ്റെ സാധനങ്ങളാണെന്ന് തോന്നുന്നത് കേട്ടോ. 3 കാർബൺ പെൻസിൽ, നല്ല ഡാർക്ക് ആവുന്ന പെൻസിലുണ്ടല്ലോ, അതാണ്. അപ്പോൾ അതൊരു 3 എണ്ണം കിട്ടി. പിന്നെ അടുത്തുള്ളത് വാട്ടർ കളർ. അയ്യോ, ഇതൊക്കെ എടുത്ത് കൊടുത്താൽ ഇവിടെ നമ്മൾ ചുവരിൽ ഫുൾ അവൻ ചിത്രപ്പണികൾ കൊണ്ട് നിറയ്ക്കും. അപ്പോൾ അതുണ്ട് അതിനകത്ത്. പിന്നെ അതുപോലെ ബൈ കളർ പെൻസിൽസ്, ഇതും കളർ പെൻസിൽസാണ് കേട്ടെ. അങ്ങനെ ഒരു 5-6 എണ്ണം ഉണ്ട്, ഒരു കളർ പെൻസിലുകൾ, അങ്ങനത്തെ ഒരു 5-6 ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്കെച്ച്. നമ്മളെയൊക്കെ സമയത്ത് ഈ ഒരു സ്കെച്ച് മാത്രമാണ് നമുക്ക് വല്ലപ്പോഴെങ്കിലും കിട്ടണത്. പിന്നെ ഇനി ബാഗിനകത്തുള്ളത് ഇതെന്തോന്നു? അയ്യോ, നമ്മുടെ പണ്ടത്തെ പേനയല്ലേ, ആ പേന തന്നെ ഇത്. നമുക്ക് പണ്ടുണ്ടായിരുന്നു. ഇത് ചോക്കാണോ? ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോണെന്ന് നോക്കട്ടെ, വായിച്ച് നോക്കിയാലും മനസ്സിലാവണമെന്നില്ല. റിട്രാക്റ്റബിൾ എറേസർ. ഓ, ഇതിൻ്റെ എറേസർ. ഇത് എറേസറാണെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേരെ ഈ സംഭവം എന്താണെന്ന്. ചിലപ്പോൾ അതൊക്കെ മായ്ക്കാൻ പറ്റിയ എറേസറാണോ എന്ന് ഞാൻ വിചാരിച്ച്. പണ്ട് നമുക്ക് ഓർമ്മയില്ലേ നമ്മുടെ ഇതുപോലത്തെ പേനകൾ, നമുക്കിതൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ആ പേനയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, അതിൽ ബാക്കപ്പായിട്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് തീരുമ്പോൾ യൂസ് ചെയ്യാനായിരിക്കും ഇത് 2 എണ്ണം. അപ്പോൾ അതാണ്. ഇതിങ്ങനെ
എന്തുകൊണ്ട് ഇൻസേർട്ട് ദ റീഫിൽ ഇറൈസർ എന്തൊക്കെയോ സംഭവങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സംഭവം. ഇനിയുള്ളത് ഇതും ഇറൈസറാണ്. സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന്. ഇതിലും ഇറൈസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഇതും ഒരു ഇറൈസറാണ്. പിന്നെ ഇനി ഇതിനകത്തുള്ളത് വെരി അംബിഷൻ യൂസ്. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് ബ്ലൂ പ്ലാസ്റ്റിക് ക്രയോൺസ്. ഇത് പ്ലാസ്റ്റിക് ക്രയോൺസ് ആണെന്ന്. ഇതൊക്കെ എന്താണെന്ന് നെറ്റ് നോക്കിയാൽ മാത്രമേ എനിക്കറിയാവൂ. എനിക്കൊന്നും അറിയില്ല, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇതിനകത്ത് എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങളുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു അതിനകത്തുണ്ടായിരുന്നതിലൊന്ന്. ഇനി ലാസ്റ്റ് ഇതിനകത്തുള്ളത് ഈ ഒരു ബുക്കാണ്. ഇത് കളറിങ് ചെയ്യാനുള്ള കളറിങ് ബുക്ക്. ഇത്രയും സംഭവങ്ങളായിരുന്നു ഈ ഒരു ബാഗിനകത്തുണ്ട്. ഇനിയുണ്ട്, തീർന്നില്ല, ഇനിയുണ്ട് കേട്ടോ. ഇനിയൊരു സാധാരണ എറൈസർ, 2 എറൈസർ, ഒരു സ്കെയില്. പക്ഷെ സംഭവം കിടില. ആ ഒരു ബാഗിനകത്തുണ്ടായിരുന്ന സംഭവങ്ങളാണിതാ ഇതെല്ലാം. ഇതിൽ പകുതി കൂടുതലും എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും മോനെടുത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല, കാരണം നല്ല സ്റ്റാൻഡേർഡ് സംഭവമാണിത്. എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്നൊക്കെ നോക്കിയിട്ട് അവൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം ഇത് കൊടുക്കാം. ഇത് ഈ ബാഗിലാക്കി തന്നെ അങ്ങ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. തിരിച്ച് അതിനകത്ത് തന്നെ ആക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തായാലും ഇതിപ്പോൾ കേശുവിന് കൊടുക്കാനേ പറ്റില്ല. അവൻ്റെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടും പോലെ ആയിരിക്കും. മോനറിയില്ലല്ലോ ഇതിൻ്റെ വിലയും ഇത് എന്തോ ആണെന്നൊന്നും അവനറിയില്ലല്ലോ ഇപ്പോൾ കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കളിപ്പാട്ടം ഇത്രയും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇനിയും 1 2 കാർ എന്തൊക്കെ മിസ്സിങ് ആണ്. ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇടയിൽ കിടപ്പുണ്ട്. പിന്നെ ഇതൊക്കെ ഡ്രസ്സാണ്, അത് കാണിച്ചു തരാം. പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ പസിൽസ് പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് മൊത്തം അവനെടുത്ത് കളിച്ച് കളഞ്ഞ്. പിന്നെ ഈ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലൊരു ഡ്രോയിങ് ബുക്ക്. ഇനി ഒരു ബുക്കും കൂടെ ഉണ്ട്, അത് എവിടെയോ ആയിപ്പോയി. എവിടെയോ അതായിരിക്കുന്നു. ഈ ഒരു ബുക്ക്, ഓൾ ഇൻ വൺ റൈറ്റിംഗ് ബുക്ക്. ഈ ഒരു ബുക്ക് കിട്ടി. ഇതൊന്നും കേശുവിൻ്റെ കൈ കൊണ്ട് എടുക്കൂല, അവന് ആവശ്യമില്ലല്ലോ, അവന് കളിപ്പാട്ടങ്ങൾ മാത്രം മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത് കിട്ടിയത്. ഇനിയാണ് ഡ്രസ്സ്. പിന്നെ ഈ ഒരു ക്രയോണും കൂടെ ഉണ്ട്. ഇത് ചേട്ടനെടുത്തങ്ങ് മാറ്റി ഒളിച്ച് വെച്ചിരിക്കുകയായിരുന്നു, കാരണം കേശു കണ്ടാൽ ചുവരിൽ ഫുള്ള് വരയ്ക്കും. ഇതൊക്കെ പിന്നീട് മോൻ ഉപയോഗപ്പെടേണ്ട നല്ല കിടില സംഭവങ്ങളാണ്. ക്രയോണല്ല, ഇത് പെൻസാണ്, പേനകളാണ് ഇതേപോലത്തത്. എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴേ മോൻ്റെ കൊടുത്താൽ എല്ലാം പാഴാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവനറിയില്ല ഇതിൻ്റെയൊക്കെ വില എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു. ഇനിതാ നല്ല സൂപ്പർ ഡ്രസ്സുകൾ കാണിച്ചു തരാം. പിന്നെ ഈ പാൻറ്റ് കണ്ടില്ലേ, ഇതും അതുപോലെ തന്നെ നല്ല സൂപ്പർ പാൻറ്റ്, നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് കിടിലൻ പാൻസ്. മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവങ്ങൾ. അവന് ഇതുപോലുള്ള ആ നിക്കർ ടൈപ്പൊക്കെ ഇടണേക്കാളും അവനിഷ്ടം ഇതാണ്. അപ്പോൾ അതും ഒരു കിടിലൻ പാൻറ്റായിരുന്നു കിട്ടിയത്. പിന്നെ ഇതുപോലൊരു ട്രൗസർ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മോനിപ്പോൾ വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെല്ലാം കൊടുത്തൊന്ന് ഷേപ്പ് ചെയ്ത് ചെറുതാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഇട്ടാൽ അത്ര ഭംഗിയാണില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് കുറച്ചും കൂടെ വലുതാകുമ്പോഴേക്കും ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ നല്ലൊരു ഉടുപ്പ്, നല്ലൊരു ഷർട്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു ഷർട്ടാണ് കിട്ടിയത്, നല്ല രസമുണ്ട്. ഇത് മോനിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ഇട്ടിട്ടും നന്നായിരുന്നു മോന്. നല്ല ഫുൾ കൈയൊക്കെയുള്ള ഫുൾ സ്ലീവിൻ്റെ നല്ലൊരു ഷർട്ട് കിട്ടിയിട്ടുണ്ട് മോന്. പിന്നെ ഈ ഒരു ടീഷർട്ട് കണ്ടില്ലേ, ഇതേപോലൊരു ടീഷർട്ട് ചേട്ടനും ഉണ്ടായിരുന്നു. നല്ല കിടിലൻ ടീഷർട്ടാണ്, നല്ല സൂപ്പറായിട്ടുണ്ട് ടീഷർട്ട്. അതേപോലെ ഒരു ടീഷർട്ട് കിട്ടി. ഇനി ഇതുപോലൊരു ടീഷർട്ട് കിട്ടിയാൽ ചേട്ടനും എടുക്കണം. ഇതൊക്കെ നല്ല ഭംഗിയാണ്, ആർക്കിട്ടാലും നല്ല ഭംഗിയാണിത്. അങ്ങനെ ഒരു ടീഷർട്ട് കിട്ടി. പിന്നെ ഒരു കോട്ട് പോലെയൊക്കെയുള്ള ഒരു ടീഷർട്ട് അല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതും നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതും ചിലപ്പോൾ മോൻ ഒത്തിരി വലുതായിരിക്കും, എന്നാലും പ്രശ്നമില്ല. ഇത്തിരി വലുതായാലും ഇടാമല്ലോ, അങ്ങനത്തെ ഒരെണ്ണം കിട്ടി. ചെറുതാവാണ്ടിരുന്നാൽ മതി, വലുതായാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാമല്ലോ.
പിന്നെ ഇതാ ഇതുപോലെ ഒരു ഫുൾ സ്ലീവിലൊക്കെ ആയിട്ടുള്ള നേരെ കാണിച്ചു തരാം. ഇതൊരു ടീഷർട്ടാണ്, പിന്നെ ഫുൾ സ്ലീവായിട്ടുള്ള റെഡ് കളറ്, അതും കിഡില് നല്ലൊരു ടീഷർട്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, അത് ഒരു പാൻസ് ഉണ്ട്. ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പെയർ ഏതാണെന്ന്. ഇതിൻ്റെ കൂടെ ഉള്ളതാണ്, ഇതിൻ്റെ കൂടെയുള്ള പാൻറ്റാണ്. കാരണം ആ ഒരു കളർ കോമ്പിനേഷൻ ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്, ഇനി അല്ലേന്ന് അറിഞ്ഞൂടെ. പിന്നെ ഒരു ഷർട്ടും മുണ്ടുമാണ് കിട്ടിയത്. ഈ ഒരു ഷർട്ടും പിന്നെ ഇതാ ഈ ഒരു മുണ്ടും, നല്ല മുണ്ടും നല്ല ഷർട്ടും. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇത് കുഞ്ഞമ്മയുടെ മോള് കൊണ്ടുവന്നതാണ്, എൻ്റെ അനിയത്തി. നമുക്കിപ്പോൾ ഞാൻ എല്ലാവരും ആര് തന്നതാണെന്ന് പറയാത്ത കാരണം നമുക്ക് കുറേയൊന്നും അറിയില്ല ആരാണ് തന്നതെന്ന്. ഇത് നല്ല കിടലിനായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഡ്രസ്സിൽ അറിയാമെന്നുള്ളത് പറയാം. ഇതും ആരാണ് തന്നതെന്ന് അറിയില്ല. ഇത് നമ്മുടെ അവിടെ പൂക്കട ഇട്ടേക്കുന്ന മാമൻ തന്നതാണ്, മാമൻ്റെ വകയായിരുന്നു. പിന്നെ ഇത് ശാലിന് തന്നതാണ്, എൻ്റെ ഫ്രണ്ട്, നമ്മളെ നെയ്ബറാണ്, അവൾ തന്നതാണ് ഇതാ ഈ ഒരു ടീഷർട്ടും ആ ഒരു പാൻറ്റും. പിന്നെ ഇത് ഉണ്ണിച്ചേട്ടൻ്റെ വകയായിരുന്നു, അവർ കൊണ്ടുവന്നതാണ് ഈ ഒരു ഷർട്ടും. അതിൻ്റെ പേരും ഏതാണെന്ന് ഓർമ്മയില്ല. പിന്നെ ഇതാ ഇതും ശാലിനി കൊണ്ടുവന്നതിലുള്ളതായിരുന്നു തോന്നുന്നു, ഇത് തന്നെ. അപ്പോൾ അയ്യോ, എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നല്ല സ്റ്റാൻഡേർഡ്. നമ്മൾ വാങ്ങാൻ പോയാലും മിക്കവാറും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടാറിയില്ല. അപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ഇത്രയുമാണ് കിട്ടിയത്. പക്ഷേ ഡ്രസ്സിൻ്റെക്കാളും കളിപ്പാട്ടങ്ങൾ കൂടുതൽ കിട്ടി. എല്ലാം നല്ലത് തന്നെ, കിട്ടിയതിൽ മാറ്റി നിർത്താനായിട്ടുള്ളതൊന്നുമില്ല, എല്ലാം നല്ലത് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു മോന് കിട്ടിയ ഗിഫ്റ്റുകൾ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ഗിഫ്റ്റുകളും കാണിച്ചത്. ഇനി ജോലി തീർന്നിട്ടില്ല, മേളിലുള്ള സംഭവങ്ങളെല്ലാം അഴിച്ചു പറക്കിയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒരുപാട് ചവറുകളൊക്കെ കിടപ്പുണ്ട്. ഇനി ഇത് മൊത്തം ഒന്ന് തൂത്തുവാരി മേലും കൂടെ വൃത്തിയാക്കി ഇടണം, എന്നാൽ മാത്രമേ ഒരു മനസമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഇനി അതിനുള്ള ഒരുക്കത്തിലാണ്. ഈ മുകൾ ഭാഗം എല്ലാം ഇതേപോലെ എല്ലാം ഇന്നലത്തെ പോലെ ഡെക്കറേറ്റ് ചെയ്ത് തന്നപ്പോഴേക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ ടെറസേ അങ്ങ് മാറിപ്പോയി, ലുക്ക് ഫുള്ള് മാറി. ഇനി ബലൂണുകളൊക്കെ അവിടെ ഒട്ടിച്ചിരുന്നതൊക്കെ ഒന്ന് ഇളക്കി മാറ്റണം. പിന്നെ അതെല്ലാം അവിടെ നിന്ന് തൂത്ത് വാരി കളഞ്ഞതിന് ശേഷം മൊത്തത്തിലൊന്ന് കഴുകിയും കൂടെ ഇറക്കിയപ്പോഴാണ് നന്നായിട്ട് വൃത്തിയായത്. അപ്പോൾ ഒരുപാട് നമ്മൾ കുറേ പ്രാവശ്യം തൂത്ത് വാരൊക്കെ ചെയ്തെങ്കിലും ആ ചെറിയ ചെറിയ പൊടികളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ മൊത്തം വൃത്തിയാക്കി. അതിനുശേഷം ഇനി മേളിലത്തെ റൂമുണ്ട് വൃത്തിയാക്കാനായിട്ട്. പിന്നെ ഒരുപാട് പേര് ഹോം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് ഓർമ്മയുണ്ട്. കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇനി ഉടനെ ഒരു ഹോം ടൂർ ചെയ്യണം. അപ്പോൾ ഇനിതാ ഇവിടെയൊക്കെ എല്ലായിടും ഒന്ന് തുടച്ചും കൂടെ എടുത്താൽ എല്ലാം പഴയതുപോലെ ആവും. എല്ലാ കാര്യങ്ങളും അങ്ങ് വീട് ഫുള്ള് വൃത്തിയായി എല്ലാം ഓക്കെ ആവും. അങ്ങനെ മുകളിലത്തെ റൂമും സിറ്റ് ഔട്ടും ഒക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റെയറുണ്ട്, സ്റ്റെയറും കൂടെ തൂത്ത് ഇറക്കിയാൽ ആ ജോലിയും കൂടെ കഴിയും. പിന്നെ ഹാളും കൂടെ തൂത്തിറക്കി. ഇതിപ്പോൾ മുകളിലത്തെ ചവറാണ് എല്ലാം താഴോട്ട് വന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് തൂത്തുവാരി കളഞ്ഞിട്ട് തുടക്കുകയും കൂടെ ചെയ്താൽ ജോലികളെല്ലാം തീരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.